മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ ഇടപാടിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീലിന് നേരിട്ട് പങ്കുണ്ടെന്നതിനുള്ള രേഖകൾ പുറത്തുവിട്ട് പി.കെ. ഫിറോസ്. 2017-ൽ നിർത്തിവെച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കെ.ടി. ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് പുനരാരംഭിച്ചതെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. സ്ഥലം ഏറ്റെടുപ്പിന് ഫണ്ട് അനുവദിക്കാൻ മന്ത്രിസഭയിൽ വെച്ച നോട്ടിന്റെയും 2017-ൽ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചതിന്റെയും രേഖകളാണ് ഫിറോസ് പുറത്തുവിടുന്നത്. ഈ കുർവാ സംഘം അവിടെ എത്തി നാട്ടുകാരെ ഇളക്കി സർക്കാർ ഭൂമി ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആർക്കും പൈസ കിട്ടില്ല, അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി. ആ 100 ഏക്കറിൽ തന്നെ ചില ആളുകൾ പിന്നീട് ഭൂമി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. UDF-ന്റെ ഭരണകാലത്ത് വെട്ടം വില്ലേജിലെ മറ്റൊരു 30 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെയും ഈ കുർവാ സംഘം എത്തി. ആ ഭൂമി നെൽവേലാണ്, അത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് സർവേ പോലും നടത്താൻ സമ്മതിക്കാതെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ആട്ടി ഓടിച്ചു. എന്നിട്ട് എല്ലാ കണ്ണുകളും ഈ കുർവാ സംഘം നോക്കിവെച്ച, അവിടെ കൈവശമുള്ളതല്ല, ഈ കുർവാ സംഘം നോക്കിവെച്ച ഈ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം 2017-ൽ, അന്ന് അദ്ദേഹമാണ്, രവീന്ദ്രനാഥാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതിന്റെയും രേഖകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് 2017-ൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിന്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിന്റെ പകർപ്പാണിത്. അത് കഴിഞ്ഞ് ഈ രവീന്ദ്രനാഥിനെയും വെച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയില്ല, ഈ ഭൂമിക്കൊള്ള നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മലബാറിലെ കൊള്ള സംഘം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ.ടി. ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം 2018-ൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ താരതമ്യേന നല്ല വകുപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒഴിവാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ ഈ കുർവാ സംഘത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അസ്ലം, രേഖകൾ കൂടി പി.കെ. ഫിറോസ് പുറത്തുവിടുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പടി കൂടി ഫിറോസ് കയറുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ രേഖകളാണ് ഇപ്പോൾ ജലീലിനെതിരെ പുറത്തുവിട്ടിരിക്കുന്നത്? മലയാളം ഭൂമി സർവകലാശാല ഏറ്റെടുക്കൽ സംബന്ധിച്ച് കെ.ടി. ജലീലിന് നേരിട്ട് ബന്ധമുള്ള രേഖകൾ പുറത്തുവിടുമെന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് മുന്നോടിയായി ഇതിന് പിന്നാലെ ആ ഭൂമിയിൽ പോയിക്കൊണ്ട് അവിടെ നേരത്തെ ഭൂമി വിറ്റിരുന്ന 2000-5,000 രൂപയ്ക്കൊക്കെ ഭൂമി വിറ്റ ചില ആൾക്കാരെ കൂടെ കൊണ്ടുവന്നുകൊണ്ട് ആദ്യഘട്ട വെളിപ്പെടുത്തൽ പി.കെ. ഫിറോസ് നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വെട്ടം വില്ലേജിലെയും അതോടൊപ്പം തന്നെ ആദവനാടെയും അതോടൊപ്പം ബെഞ്ച് മാർക്കിലേക്ക് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. അതേസമയം അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് 2016-ൽ അതിന്റെ വില ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ മീറ്റിംഗ് നടന്നു. 2017-ൽ ഈ വിവാദങ്ങളൊക്കെ എന്ന സാഹചര്യത്തിൽ അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് ഈ ഭൂമി ഏറ്റെടുക്കൽ മൊത്തത്തിൽ നിർത്തി 2017 ജൂലൈ 17-ാം തീയതി ഒരു ഉത്തരവിലൂടെ തൽക്കാലം മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ നിർത്തിവെക്കുന്നതായും ഇനി തീരുമാനമെടുത്തതിന് ശേഷം പോയാൽ മതി, കാരണം അത്തരം വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പി.കെ. ഫിറോസ് ആരോപിക്കുന്നു. അത്തരമൊരു തീരുമാനമെടുത്തു. അതിന്റെ രേഖയാണ് അദ്ദേഹം പുറത്തുവിട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വീണ്ടും ഒരു മന്ത്രിസഭയിലേക്ക് വരികയും ഈ 17 കോടി രൂപ അനുവദിക്കാൻ വേണ്ടി മന്ത്രിസഭയിലേക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത് 2019 മാർച്ചിലാണ്. അതായത് 2018-ലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ മാറുന്നത്. 2019 മാർച്ചിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലേക്കാണ് കെ.ടി. ജലീൽ തന്നെ, പ്രത്യേകിച്ച് ഈ ആദവനാടെ ഭൂമി ഏറ്റെടുക്കുന്ന സംബന്ധിച്ചുള്ള അപ്പീലൊക്കെ ഒരു ഹൈക്കോടതി വിധിയൊക്കെ ഉണ്ടായിരിക്കും. അതിന് അപ്പീലിന് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പീലിന് പോകാൻ നടപടിയിലേക്ക് പോകാതെ തന്നെ ഈ പൈസ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭയിലേക്ക് വെക്കുകയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്ത 2 രേഖകളാണ് വെച്ചിരിക്കുന്നത്. ഇതിലൂടെ പി.കെ. ഫിറോസ് പറയുന്ന കാര്യം, ഈ മലയാളം ഭൂമി സർവകലാശാലയ്ക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റെടുത്ത് നിർമ്മാണം നടത്താൻ കഴിയാതിരിക്കുന്ന ഈ ഒരു ചതുപ്പ് നിലം എന്ന് പറയുന്നത്, ആ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് സർക്കാർ നഷ്ടമുണ്ടാക്കിയതാണ്. അതിന് തീരുമാനമെടുപ്പിച്ചത് ശരിക്കും
മന്ത്രി കെ ടി ജലീൽ മന്ത്രിയായിരിക്കുകയാണ്. 2019 അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലിൽ അതിന്റെ ഇടപാടിൽ നേരിട്ട് കെ ടി ജലീലിന് പങ്കുണ്ട്. മാത്രമല്ല ഈ ഭൂമി മറ്റുള്ള ആൾക്കാർ ആദ്യ ഉടമകളിൽ നിന്ന് വാങ്ങിയത് ഗഫൂർ ലില്ലീസ് എന്ന് പറയുന്ന LDF നേതാവിന്റെ, അതോടൊപ്പം തന്നെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളും ചേർന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് നിയമപരമായി ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് PK ആലോചിക്കുന്നുണ്ട്. അതേസമയം ഈ കാര്യത്തിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ അന്വേഷണം നടത്തണം, അവരിൽ നിന്നും പണം തിരികെ പിടിക്കണം. പ്രത്യേകിച്ച് ആ സ്ഥലത്ത് ഇപ്പോഴും കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, സർക്കാർ നഷ്ടമുണ്ടായെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ നടപടികളിലേക്ക് പോകണമെന്നുകൂടി ഇന്ന് PK ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെയുള്ള ഫേസ്ബുക്ക് വാക്പയറ്റ്, പിന്നീട് വാർത്താ സമ്മേളന വാക്പയറ്റിന് ശേഷം ഒരു രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് PK ഈ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇനി മന്ത്രിയായിരുന്ന KT ജലീലിന്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി വേണ്ടത്. ശരി അസ്ലം.